ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ISRO ട്രിവാൻഡ്രം ആൻഡ് ബാംഗ്ലൂർ റിക്രൂട്ട്മെൻറ്റ് 2024 ആണ്. തിരുവനന്തപുരത്തുള്ള വലിയമല PO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററാണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. കേരളത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താഴെ വർക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാം, ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വലിയമല യൂണിറ്റാണ് റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റി. തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ച് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് ആദ്യത്തെ പോസ്റ്റ്. ലെവൽ 7ലാണ് ഈ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. സെവൻത് പേ കമ്മീഷൻ 44,900 ആയിരിക്കും ബേസിക് പേ ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് സാലറി. 10 പോസ്റ്റാണ് വലിയമല 4 ജനറൽ, 2 OBC, SC 1, EWS 1, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ST 1, EWS 1. ഔട്ട് ഓഫ് 10 പോസ്റ്റ് 1 പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ PWD കാൻഡിഡേറ്റ്സ്. ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ ആണ് പോസ്റ്റ്. ഒരു പോസ്റ്റേ ഉള്ളൂ, അത് ബാംഗ്ലൂരിലാണ്. ഈ പോസ്റ്റ് OBC റിസർവ്ഡ് ആണ്. ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഡിവിഷൻ. അടുത്ത ടെക്നീഷ്യൻ B ലെവൽ 3ലാണ്. ബേസിക് പേ 21,700 പ്ലസ് സെൻട്രൽ ഗവൺമെൻറ് എല്ലാവിധ അലവൻസും. വെൽഡർ ഒരു പോസ്റ്റേ ഉള്ളൂ, OBCയിലാണ്. SSLC പാസ് പ്ലസ് ITI NTC സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡർ ട്രേഡ്. അടുത്തതായിട്ട് ഇലക്ട്രോണിക് മെക്കാനിക്ക് 2 പോസ്റ്റ്. വലിയമലയിലാണ് 2 പോസ്റ്റ് ഉള്ളത്. ജനറൽ 1, OBC 1. ഔട്ട് ഓഫ് 2, 1 പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ PWD MD കാറ്റഗറി. MD, LV, OA, OL. അപ്പോൾ PWD കാൻഡിഡേറ്റ്സിനാണ് ഒരു പോസ്റ്റ്. SSLC പ്ലസ് ITI സർട്ടിഫിക്കറ്റ്, NCVT സർട്ടിഫിക്കറ്റും കൂടി അനിവാര്യമാണ്. ടേണർ ഒരു പോസ്റ്റേ ഉള്ളൂ, വലിയമലയിലാണ്, ജനറൽ കാറ്റഗറിയിലാണ്. SSLC ക്വാളിഫിക്കേഷൻ, ITIയുടെ സർട്ടിഫിക്കറ്റും വേണം. നെക്സ്റ്റ് മെക്കാനിക്കൽ, ഓട്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു പോസ്റ്റേ ഉള്ളൂ, അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ജനറൽ കാറ്റഗറിയിലേക്കാണ് ആ പോസ്റ്റ് റിസർവ് ചെയ്തിട്ടുള്ളത്. SSLC പാസ്, ITI സർട്ടിഫിക്കറ്റ്, ഇലക്ട്രോണിക്സ് ട്രേഡ് ഫ്രം NCVT. ഫിറ്ററാണ് അടുത്തത്. 5 പോസ്റ്റ് ഉണ്ട്. വലിയമല ജനറൽ 1, OBC 1, SC 1, ബാംഗ്ലൂർ OBC 1, EWS 1. SSLC പ്ലസ് ITI സർട്ടിഫിക്കറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് 5 പോസ്റ്റ് 1 പോസ്റ്റ് റിസർവ്ഡ് ഫോർ എക്സ് സർവീസ് മെൻ ആണ്, ഒരു പോസ്റ്റ്. നെക്സ്റ്റ് പോസ്റ്റ് മെഷീനിസ്റ്റ് ആണ്, ഒരു പോസ്റ്റേ ഉള്ളൂ. OBC കാറ്റഗറിക്കാണ് ഒരു പോസ്റ്റ്. SSLC പ്ലസ് ITI സർട്ടിഫിക്കറ്റ് ഫ്രം NCVT. നെക്സ്റ്റ് ഹെവി ഡ്രൈവർ ആണ്, ലെവൽ 2 ആണ്. ബേസിക് പേ വരുന്നത് 19,900 പ്ലസ് അലവൻസസ്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ A 5 പോസ്റ്റ് ഉണ്ട്. ജനറൽ 2, OBC 2, EWS 1. ഔട്ട് ഓഫ് 5 പോസ്റ്റ് 2 പോസ്റ്റ് റിസർവ്ഡ് ഫോർ എക്സ് സർവീസ് മെൻ. ക്വാളിഫിക്കേഷൻ 5 ഇയർ എക്സ്പീരിയൻസ്, ഔട്ട് ഓഫ് വിച്ച് മിനിമം 3 ഇയർ ആസ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ. നെക്സ്റ്റ് പോസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A ലെവൽ 2, ബേസിക് പേ 19,900 പ്ലസ് അലവൻസസ്. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A 2 പോസ്റ്റേ ഉള്ളൂ, അത് തിരുവനന്തപുരത്ത് തന്നെയാണ് രണ്ടും. ജനറൽ കാറ്റഗറിയിലാണ് 2 പോസ്റ്റും വിളിച്ചിട്ടുള്ളത്. ഔട്ട് ഓഫ് 2, 1 പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ എക്സ് സർവീസ് മെൻ. അപ്പോൾ എക്സ് സർവീസുകാർക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. പാസ് ഇൻ SSLC ക്വാളിഫിക്കേഷൻ, 3 ഇയർ എക്സ്പീരിയൻസ് ആസ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ, മസ്റ്റ് പോസസ് വാലിഡ് LVD ലൈസൻസ്. നെക്സ്റ്റ് കുക്കിൻ്റെ പോസ്റ്റാണ്, ലെവൽ 2, 19,900. വലിയമല തിരുവനന്തപുരത്താണ്. പോസ്റ്റ് ഈസ് റിസർവ്ഡ് ഫോർ SC ഷെഡ്യൂൾ കാസ്റ്റ് കാൻഡിഡേറ്റ്സ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC പ്ലസ് 5 ഇയർ എക്സ്പീരിയൻസ് ഇൻ സിമിലർ കപ്പാസിറ്റി ഇൻ എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോട്ടൽ. ഈ നോട്ടിഫിക്കേഷൻ PDF ആയിട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് വായിച്ചു നോക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിലാക്സേഷനാണ്. 5 ഇയർ ഫോർ SC ST കാൻഡിഡേറ്റ്സ്, 3 ഇയർ ഫോർ OBC കാറ്റഗറി ജനറലാണ്.
ജനറൽ കാൻഡിഡേറ്റ്സിന് റിട്ടൺ ടെസ്റ്റിന് 32 മാർക്ക് ക്വാളിഫിക്കേഷൻ മാർക്കാണ്. 50 മാർക്ക് സ്കിൽ ടെസ്റ്റിൻ്റെ ക്വാളിഫയിങ് മാർക്കാണ്. റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് 24 മതിയാവും 80. സ്കിൽ ടെസ്റ്റിന് 40 മിനിമം വേണം. അടുത്തതായിട്ട് പോസ്റ്റ് നമ്പർ 781, 782 അതായത് ലൈറ്റ് മോട്ടർ ആൻഡ് ഹെവി മോട്ടർ വെഹിക്കിൾ ഡ്രൈവറിൻ്റെ ആണ്. റിട്ടൺ ടെസ്റ്റ് 120 മിനിറ്റ്സ് ഡ്യൂറേഷനാണ്. 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 0.25 1/4 നെഗറ്റീവ് മാർക്കായിട്ടാണ് ഉണ്ടാവുക. പാർട്ട് എ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ആസ് അമെൻഡഡ് ഫ്രം ടൈം ടു ടൈം, അത് 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് ബി ഇംഗ്ലീഷ് എലമെൻ്ററി ഇംഗ്ലീഷ് ഓഫ് 8th സ്റ്റാൻഡേർഡ് ലെവൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. പാർട്ട് സി അരിത്തമാറ്റിക് എലമെൻ്ററി അരിത്തമാറ്റിക് ഓഫ് 10th സ്റ്റാൻഡേർഡ് ലെവൽ 15 മാർക്ക്. പാർട്ട് ഡി ജനറൽ നോളജ് 20 മാർക്ക്. ഈ 2 പോസ്റ്റിൻ്റെയും സിലബസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ദോസ് ഹു സെക്യൂർ മിനിമം 50% മാർക്ക് ഇൻ പാർട്ട് എ, മിനിമം 50% മാർക്ക് പാർട്ട് ബി ആൻഡ് പാർട്ട് സി combined in written test will be eligible for consideration for shortlist for the final merit list. ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് സ്കിൽ ടെസ്റ്റിനുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് പ്രൊസീജിയറാണ്. 1:5 റേഷ്യോയിലായിരിക്കും സ്കിൽ ടെസ്റ്റിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. മിനിമം 10 കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും. സ്കിൽ ടെസ്റ്റ് 100 പോയിൻറ്റിലാണ് ഇവാലുവേഷൻ, 60% മാർക്ക് ക്വാളിഫിക്കേഷൻ. ഫൈനൽ സെലക്ഷൻ വിൽ ബി ഡൺ അമംഗ്സ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് പ്യൂർലി ബേസ്ഡ് ഓൺ ദ മെറിറ്റ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് കുക്കിൻ്റെ പോസ്റ്റ് 783യുടെ റിട്ടൺ ടെസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. 120 മിനിറ്റ്സ് ഡ്യൂറേഷൻ, 80 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. 1/4 നെഗറ്റീവ് മാർക്കായിട്ട് ഓരോ തെറ്റുത്തരത്തിനും പോവും. സ്കിൽ ടെസ്റ്റ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ റിട്ടൺ ടെസ്റ്റ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് ആസ് പെർ 1:5 റേഷ്യോ. അതുപോലെ തന്നെ 100 പോയിൻ്റിലായിരിക്കും ഇവാലുവേഷൻ. 60% സ്കോർ ടു ബി സ്കോർഡ് ഫോർ ക്വാളിഫിക്കേഷൻ. ഫൈനൽ സെലക്ഷൻ വിൽ ബി ഡൺ അമംഗ്സ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. ഈ സ്കിൽ ടെസ്റ്റിൻ്റെയും റിട്ടൺ ടെസ്റ്റിൻ്റെയും എക്സാമിൻ്റെ മാർക്ക് കൂട്ടിയിട്ടാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടാവുക. ട്രാവലിംഗ് അലവൻസോ മറ്റു കാര്യങ്ങളോ ഇതിൽ ലഭിക്കുന്നതല്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ നോട്ടിഫിക്കേഷനുമായി ഞങ്ങൾ വരുന്നതാണ്. ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ നമ്പറുമായി വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും. താങ്ക് യു.